ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 60-ാമത്തെ ദശകം നോക്കാം. ഗോപീ വസ്ത്രാപഹരണം. 1-ാമത്തെ ശ്ലോകം. മദനാതുരചേതസോऽന്വഹം ഭവദംഘ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം തരളാക്ഷോ ഗിരിജാം സമാർച്ചിജൻ. പദമൂർച്ച് പറയാം. മദന ആതുര ചേതസഃ അന്വഹം ഭവത് അംഘ്രിദ്വയ ദാസ്യ കാമ്യയാ യമുനാതട സീംനി സൈകതീം തരളാക്ഷ്യഃ ഗിരിജാം സമാർച്ചിജൻ. മദന ആതുര ചേതസഃ, പ്രേമം കൊണ്ട്, ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് ദുഃഖിച്ച ഹൃദയത്തോടു കൂടിയ തരളാക്ഷ്യഃ, ആ വ്രജ സുന്ദരികള്, അന്വഹം ദിനം പ്രതി, ദിവസം തോറും, എല്ലാ ദിവസവും, ഭവത് അംഘ്രിദ്വയ ദാസ്യ കാമയ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സേവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് യമുനാതട സീംനി, സ്വയം കാളിന്തി തീരത്ത്, യമുനാതട സീംനി, കാളിന്തി തീരത്ത്, സൈകതീം, പൂഴിമണ്ണുകൊണ്ട് നിർമ്മിച്ച ഗിരിജാം, കാർത്യായനി വിഗ്രഹത്തെ സമാർച്ചിജൻ, ഭക്തിയോടെ പൂജിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണനോടുള്ള ആ പ്രേമം കൊണ്ട് തരളിതരായ ഗോപികമാര് എല്ലാ ദിവസവും ഭഗവാന്റെ തൃപ്പാദ സേവ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് കാളിന്തി തീരത്ത് പൂഴിമണ്ണുകൊണ്ട് സ്വയം നിർമ്മിച്ച ഒരു കാർത്യായനി വിഗ്രഹത്തെ ഭക്തിയോടെ പൂജിച്ചു. അപ്പോൾ ആ ഗോപകുമാരിമാർക്ക് ശ്രീകൃഷ്ണനിലുണ്ടായ അനുരാഗത്തെയും അത് സാധിക്കാനായിട്ട് അവർ ചെയ്ത ദേവീ പൂജയെയും അവർക്ക് സിദ്ധിച്ച വരത്തെയും കുറിച്ച് പറയാണ് ഈ ദശകത്തിൽ. നന്ദഗോകുലത്തിലുള്ള ഗോപകുമാരിമാരെ ഒന്നായി ചേർന്നിട്ട് ശ്രീകൃഷ്ണൻ ഭർത്താവായി തീരുന്നതുവരെ കാർത്യായനി ദേവിയെ പൂജിച്ച് ഭജിക്കണമെന്ന് നിശ്ചയിച്ചിട്ട് പരിശുദ്ധിയോട് കൂടിയിട്ട് ആ കാർത്യായനി ദേവിയെ പൂജിക്കാൻ തുടങ്ങി. ഇനി 2-ാമത്തെ ശ്ലോകം. തവ നാമകഥാരദാസമം സുദൃശപ്രാതരുപാഗതാ നദീം ഉപഹാരശതൈരപൂജയൻ ദയിതോ നന്ദസുതോ ഭവേദിതി. പദമുറിച്ച് പറയാം. തവ നാമകഥാരദാഃ സമം സുദൃശഃ പ്രാതഃ ഉപാഗതാ നദീം ഉപഹാരശതൈഃ അപൂജയൻ ദയിതഃ നന്ദസുതഃ ഭവേത് ഇതി. സുദൃശഃ, ആ സുന്ദരിമാര്, പ്രാതഃ, പ്രഭാതത്തില്, സമം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന്, എല്ലാവരും ഒരുമിച്ച്, തവ നാമകഥാരദാഃ, ഭഗവാനെ അങ്ങയുടെ നാമകഥാരദാഃ, കഥകളും കീർത്തനങ്ങളും, അങ്ങയുടെ കഥകളും കീർത്തനങ്ങളും ഒക്കെ ചൊല്ലുന്നതിൽ രഥാഃ, താല്പര്യമുള്ളവരായിട്ട്, നദീം ഉപാഗതാഃ, കാളിന്തിയുടെ തീരത്തെത്തിയിട്ട് സ്നാനം ചെയ്തതിന് ശേഷം, ഉപഹാര ശതൈഹി, പുഷ്പമാല, ധൂപദീപങ്ങൾ, നിവേദ്യം എന്നിവയൊക്കെ കൊണ്ട്, അങ്ങനെയുള്ള പൂജാദ്രവ്യങ്ങളെ കൊണ്ട് നന്ദസുതഃ ദയിതഃ ഭവേത്, നന്ദനന്ദനൻ എന്ന് പറഞ്ഞ ഭഗവാൻ ദയിതഃ ഭവേത്, ഭർത്താവായിട്ട് വരണം എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇതി അപൂജയൻ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ഗോപസുന്ദരിമാരെ രാവിലെ തന്നെ
അങ്ങനെ നിശ്ചയിച്ചിട്ട് ആ കാർത്യായനി വിഗ്രഹത്തെ പൂജിക്കണമെന്ന് നിശ്ചയിച്ചതിന് ശേഷം പിന്നീട് അടുത്ത ദിവസം രാവിലെ തന്നെ കൂട്ടം കൂട്ടമായിട്ട് ഭഗവാന്റെ നാമങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ കാളിന്തിയുടെ തീരത്ത് എത്തിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുഷ്പമാല, ദീപങ്ങൾ, നിവേദ്യം എന്നിങ്ങനെയുള്ള പൂജാദ്രവ്യങ്ങളെ കൊണ്ട് ഭഗവാൻ ഭർത്താവായിട്ട് വരണം എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ദേവി പൂജ നിർവഹിക്കുകയാണ്. ഇനി 3-ാമത്തെ ശ്ലോകം. ഇതി മാസമുപാഹിതവ്രതാസ്തരളാക്ഷീരഭിവീക്ഷ്യ താ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീതദനുഗ്രഹേച്ഛയാ. പദമുറിച്ച് പറയാം. ഇതി മാസം ഉപാഹിത വ്രതാഃ തരളാക്ഷീഃ അഭിവീക്ഷ്യ താ ഭവാൻ കരുണാമൃദുലഃ നദീതടം സമയാസീത് തത് അനുഗ്രഹേച്ഛയ. ഭവാൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ, അവിടുന്ന് താഹ തരളാക്ഷീഹി ആ സുന്ദരിമാരെ ഇങ്ങനെ ഇപ്രകാരം മാസം എന്ന് പറയുമ്പോൾ ഒരു മാസം, ഉപാഹിത വ്രതാഹ അഭിവീക്ഷ്യ ഒരു മാസം മുഴുവൻ കാർത്യായനി വ്രതം അനുഷ്ഠിച്ചവരായിട്ട് അഭിവീക്ഷ്യ കണ്ടിട്ട്, കരുണാമൃദുലഹ കരുണ കൊണ്ട് ആർദ്ര ഹൃദയനായി തീർന്നിട്ട്, തത് അനുഗ്രഹേച്ഛയ അവരെ അനുഗ്രഹിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, നദീതടം സമയാസീത് കാളിന്തി തീരത്തിലേക്ക് എഴുന്നള്ളി. ഇവിടെ ഒരു മാസം മുഴുവൻ ആ ഗോപികമാർ വ്രതം അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ ആർദ്ര ഹൃദയനായിട്ട് ആ ഗോപികമാരെ അനുഗ്രഹിക്കാനായിട്ട് കാളിന്തി തീരത്തിലേക്ക് എഴുന്നള്ളി എന്ന് പറയുകയാണ്. ഇനി 4-ാമത്തെ ശ്ലോകം. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതസ്തദാ യമുനാ ജലഖേലനാകുല പുരതസ്ത്വാമവലോക്യ ലജ്ജിതാഃ. പദമുറിച്ച് പറയാം. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യ താഹ താസ്തദ യമുനാജലഖേലന ആകുലാഹ പുരതഃ ത്വാം അവലോക്യ ലജ്ജിതാഃ. തഥാ നിയമാവസിതൗ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, നിയമാവസിതൗ വ്രതാവസാനത്തിൽ ആ വ്രതത്തിൻ്റെ അവസാനത്തിൽ, തടസീമനി നിജ അംബരം അവമുച്യ തടസീമനി കാളിന്തി തീരത്തിൽ നിജ അംബരം സ്വന്തം വസ്ത്രത്തെ അവമുച്യ അഴിച്ചു വെച്ചിട്ട്, യമുനാജല ഖേലന ആകുലാഹ താഹ കാളിന്തി ജലത്തിൽ ഖേലനഹ കളിച്ച് തളർന്ന അവര്, താഹ അവര്, ഖേലന ആകുലാഹ കളിയാടി ഇങ്ങനെ കളിച്ച് തളർന്ന താഹ അവര്, പുരതഃ ത്വാം അവലോക്യ ലജ്ജിതാഹ മുന്നിൽ ഭഗവാനെ കണ്ടിട്ട് വല്ലാതെ ലജ്ജിച്ചു. അപ്പോൾ കാളിന്തി തീരത്തിൽ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് ജലത്തിൽ ക്രീഡിച്ചു കൊണ്ടിരുന്ന ആ ഗോപികമാര് മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഭഗവാനെ കണ്ടപ്പോൾ ആ ഗോപികമാർക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ വല്ലാത്ത ലജ്ജ തോന്നി. അടുത്ത 5-ാമത്തെ ശ്ലോകം. ത്രഭയാനമിദാനനാസ്വധോ വനിതാ സ്വംബരജാലമന്ദികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടഭം ത്വം തരസാധിരൂഢവാൻ. പദമുറിച്ച് പറയാം. ത്രപയ നമിത ആനനാസു അഥ വനിതാസു അംബരജാലം അന്തികേ നിഹിതം പരിഗൃഹ്യ
ഭൂരുഹഃ വിഡഭം ത്വം തരസാ അധിരൂഢവാൻ. അധ ത്വം, പിന്നീട് അവിടുന്ന്, വനിതാസു ത്രപയാ നമിത ആനനാസു, ആ സുന്ദരിമാര് ത്രപയാ ലജ്ജ കൊണ്ട്, നമിത ആനനാസു മുഖം കുനിച്ച് നിന്നപ്പോൾ, അന്തികെ നിഹിതം അടുത്ത് വച്ചിരുന്ന, അംബരജാലം പരിഗൃഹ്യ, ആ വസ്ത്രങ്ങളുടെ കൂട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വസ്ത്രങ്ങൾ ഒരുമിച്ച് പരിഗൃഹ്യ വാരിയെടുത്തിട്ട്, ഭൂരുഹഃ വിഡഭം ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പില്, തരസ പെട്ടെന്ന്, അധിരൂഢവാൻ കയറി ഇരുന്നു. ആ ഭഗവാനെ മുന്നിൽ കണ്ട ഗോപസുന്ദരിമാര് ലജ്ജിച്ച് ആ മുഖം താഴ്ത്തി നിന്ന സമയത്ത് കരയിൽ അഴിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം വാരിയെടുത്തിട്ട് കൃഷ്ണൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി. അപ്പം ഇവിടെ മുഖം താഴ്ത്തി നിന്ന സമയത്ത് എന്ന് മെൽപ്പത്തൂര് പറഞ്ഞത് മുഖം കുനിച്ച് നിന്നത് കൊണ്ട് ആരും കാണാതെ വസ്ത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പം ഇത് മേൽപ്പത്തൂരിൻ്റെ മനോധർമ്മവും ഭാഗവതത്തിൽ ഇല്ലാത്തതുമാണ്. ഇനി 6ാമത്തെ ശ്ലോകം. ഇഹ താവതുപേത്യ നീയതാം വസനം വഃ സുദൃശോ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഹേ വധൂജനൈഃ. പദമുറിച്ച് പറയാം. ഇഹ താവത് ഉപേത്യ നീയതാം വസനം വഹ സുദൃശഃ യഥായഥം ഇതി നർമ്മ മൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഹേ വധൂജനൈഃ. സുദൃശഃ സുന്ദരിമാരെ, സുദൃശ സുലോചനമാരെ, ഇഹ താവത് ഉപേത്യ ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ട്, വഹ വസനം നിങ്ങളുടെ വസ്ത്രം, വഹ നിങ്ങളുടെ വസനം വസ്ത്രം, യഥായഥം നീയതാം തെരഞ്ഞെടുത്ത്, നീയതാം കൊണ്ടുപോയിക്കൊള്ളുക, ത്വയി നർമ്മമൃദുസ്മിതേ ഭഗവാനെ അവിടുന്ന് നേരം പോക്കായിട്ട്, നർമ്മ മൃദുസ്മിത പുഞ്ചിരി തൂകിക്കൊണ്ട്, ഇതി ബ്രുവതി എന്ന് പറഞ്ഞപ്പോൾ, വധൂജനൈഹി ആ ഗോപകുമാരിമാര് വ്യാമുമുഹെ ലജ്ജ കൊണ്ട് എന്തു ചെയ്യണം എന്നറിയാതെ അങ്ങനെ നിന്നു എന്ന് പറയാണ്. അപ്പം ഇവിടെ കൃഷ്ണനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് ഗോപികമാര്. അങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ആ ഗോപികമാരെ കണ്ടിട്ട് കൃഷ്ണനെ സന്തോഷമായി എന്നാണ്. ആ ഗോപികമാരങ്ങനെ ഒളിഞ്ഞു നോക്കണ കണ്ടപ്പോൾ കൃഷ്ണനെ സന്തോഷമായി എന്നാണ്. അപ്പം അങ്ങനെ ആ സന്തോഷിച്ച കൃഷ്ണൻ ആ മരക്കൊമ്പിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, താവത് ഇഹ ഉപേത്യ വഹ വസനം യഥായഥം നീയതാം. വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് അവരവരുടേതായ വസ്ത്രം തെരഞ്ഞെടുത്ത് കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ നർമ്മം തുളുമ്പുന്ന മൃദുവായ മന്ദസ്മിതത്തോടുകൂടി കൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഗോപികമാര് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചിന്തിച്ചുകൊണ്ട് കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നതിന് ശേഷം അവര് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ. ഇനി 7ാമത്തെ ശ്ലോകം. അയി ജീവചിരം കിശോരനസ്തവദാസീരവശീകരോഷി കിം പ്രതിശാംബരമംബുജേക്ഷണേത്യുദിതസ്ത്വം സ്മിതമേവ ദത്തവാൻ. പദമുറിച്ച് പറയാം. അയി ജീവ ചിരം കിശോര നഹ തവ ദാസീഹി അവശീകരോഷി കിം പ്രതിശ അംബരം അംബുജേക്ഷണ ഇതി ഉദിതഃ ത്വം സ്മിതം ഏവ ദത്തവാൻ. അയി കിശോര ചിരം ജീവ, ഉണ്ണി അയി കിശോര, ഉണ്ണി വിളിക്കാണ്, അല്ലയോ കൃഷ്ണ ദീർഘായുസ്സായിരിക്കുക, ചിരഞ്ജീവ ദീർഘായുസ്സായിരിക്കട്ടെ. തവ ദാസീഹി നഹ
നിന്റെ ദാസികളായ ഞങ്ങളെ കിം അവശീകരോഷി, എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത്? അംബുജേക്ഷണ, താമരക്കണ്ണ, അമ്പരം പ്രതിശ, വസ്ത്രമിങ്ങ് തരൂ. ഇതി ഉദിതഹാത്വം, ഇങ്ങനെ ഗോപികമാര് പറഞ്ഞപ്പോൾ ത്വം, അവിടുന്ന് സ്മിതം ഏവ ദത്തവാൻ, പുഞ്ചിരിച്ചുകൊണ്ട്, പുഞ്ചിരി മാത്രമേ നൽകുക, സ്മിതം ഏവ ദത്തവാൻ, പുഞ്ചിരി മാത്രം കൊടുത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ്. അപ്പം ഇവിടെ ഗോപികമാര് പറയാണ്, ഹേ കണ്ണ ചിരംജീവ, ഉണ്ണിക്ക് ദീർഘായുസുണ്ടാവട്ടെ. തവ ദാസീഹി നഹ കിം അവശീകരോഷി, നിന്റെ ദാസികളല്ലേ ഞങ്ങള്, എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്? അമ്പരം പ്രതിശ, വസ്ത്രം തരൂ. ഇങ്ങനെയൊക്കെ ഗോപികമാര് പറഞ്ഞപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ഭഗവാൻ ചെയ്തത്. സ്മിതം ഏവ ദത്തവാൻ. ഇനി 8ാമത്തെ ശ്ലോകം. അതിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധ സ്വഗതിർനിരീക്ഷ്യതാം വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരമപ്യതാമുദാ. പദം മുറിച്ച് പറയാം. അതിരുഹ്യ തടം കൃതാഞ്ജലിഃ, കൃത അഞ്ജലിഃ പരിശുദ്ധാഃ സ്വഗതിഃ നിരീക്ഷ്യ താഃ വസനാനി അഖിലാനി അനുഗ്രഹം പുനഃ ഏവം ഗിരം അഭി അദാ മുദാ. തടം അധിരുഹ്യ കൃതാഞ്ജലിഃ, തടം അധിരുഹ്യ കരയിലേക്ക് കയറി വന്ന്, കൃതാഞ്ജലിഃ കൈകൂപ്പി തൊഴുതുകൊണ്ട്, നഗ്നകളായി ജലക്രീഡ ചെയ്തതുകൊണ്ടുള്ള പാപമെല്ലാം, പരിശുദ്ധാഹ പരിശുദ്ധരായിട്ട് എന്ന് പറയുമ്പോൾ നഗ്നകളായിട്ട് ജലക്രീഡ ചെയ്തതുകൊണ്ടുള്ള പാപങ്ങളെല്ലാം നശിച്ചവരും, സ്വഗതീഹി താൻ മാത്രം ശരണമായിട്ടുള്ളവരുമായ, താഹ് നിരീക്ഷ്യ ആ സുന്ദരിമാരെ നിരീക്ഷ്യ നോക്കിയിട്ട് കണ്ടിട്ട്, അഖിലാനി വസനാനി എല്ലാ വസ്ത്രങ്ങളും, പുനഃ അനുഗ്രഹം പിന്നീട് അനുഗ്രഹത്തെയും എന്ന് പറയുമ്പോൾ ഏവം ഗിരം അഭി അനുഗ്രഹമായിട്ട് ഇപ്രകാരമുള്ള ഗിരം അഭി വാക്കിനെയും മുദ അദാഹ സന്തോഷത്തോടെ കൊടുത്തു. അപ്പം ഇവിടെ കൃഷ്ണനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഗോപികമാര് കൈകൂപ്പി തൊഴുതുകൊണ്ട് കരയിലേക്ക് കയറി വരികയാണ്. അങ്ങനെ നഗ്നരായി ജലക്രീഡ ചെയ്തതുകൊണ്ടുള്ള പാപമെല്ലാം ഈ പ്രായശ്ചിത്തം കൊണ്ട് ഇല്ലാതായി. പിന്നീട് തന്നെ മാത്രം സദാ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗോപികമാരെ കണ്ടിട്ട് ഭഗവാൻ അവരുടെ വസ്ത്രങ്ങളെല്ലാം തിരിച്ചു നൽകി. എന്നിട്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകത്തിൽ. ഇനി 9ാമത്തെ ശ്ലോകം. വിദിതം നനുവോ മനീഷിതം വദിതാരസ്തിഹ യോഗ്യമുത്തരം യമുനാപുളിനെ സചന്ദ്രികാഃ ക്ഷണദാ ഇത്യബലാസ്ത്വമൂജിവാൻ. പദം മുറിച്ച് പറയാം. വിദിതം നനു വഹ മനീഷിതം വദിതാരഃ തു ഇഹ യോഗ്യം ഉത്തരം യമുനാപുളിനെ സ ചന്ദ്രികാഃ ക്ഷണദ ഇതി അബലാഃ ത്വം ഊജിവാൻ. വഹ മനീഷിതം നിങ്ങളുടെ അഭിലാഷം, വിദിതം നനു എനിക്ക് മനസ്സിലായല്ലോ, ഇഹ യോഗ്യം ഉത്തരം തു ഈ വിഷയത്തിൽ ഉചിതമായ യോഗ്യമായ എന്ന് പറയുമ്പോൾ ഉചിതമായ ഉത്തരം, യമുനാപുളിനെ യമുനാപുളിനത്തിൽ വെച്ച്, സ ചന്ദ്രികാഹ ക്ഷണദാഹ പൂനിലാവ് ഉതിർക്കുന്ന ക്ഷണദാഹ രാത്രികളിൽ വദിതാരഹ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതി ത്വം അബലാഹ ഊജിവാൻ എന്ന് ഇപ്രകാരം അവിടുന്ന് ആ ഗോപകുമാരികളോട് അരുളി ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇപ്പോൾ തിരിച്ചു പോവുക. ഭഗവാൻ പറയാണ് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താഗ്രഹം കൊണ്ടാണ് കാർത്യായനി പൂജ ചെയ്തതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട്
ഇപ്പോൾ എന്തായാലും തിരിച്ചു പോവുക. ഇതിനുള്ള ഉചിതമായ ഉത്തരം യമുനാ പുളിനത്തിൽ വെച്ച് പൂനിലാവുദിക്കുന്ന ശരത്കാലത്തിലെ രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് എന്നോടുകൂടി രമിക്കാൻ ഇടവരും. നിങ്ങൾ എന്താഗ്രഹിച്ചാണ് കാർത്യായനി ദേവിയെ പൂജിച്ചത് ആ മനോരഥം ഞാൻ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ്. ഇനി 10ാമത്തെ ശ്ലോകം. ഉപകർണ്യഭവന്മുഖച്യുതം മധുനിഷ്യന്തി വചോ മൃഗീദൃശ പ്രണയാദയി വീക്ഷ്യ വീക്ഷ്യത്തെ വദനാബ്ജം ശനകൈർഗൃഹം ഗതാഃ. പദമുറിച്ച് പറയാം. ഉപകർണ്യ ഭവന്മുഖച്യുതം മധുനിഷ്യന്തി വചഃ മൃഗീദൃശഃ പ്രണയാത് അയി വീക്ഷ്യ തേ വദനാബ്ജം ശനകൈഃ ഗൃഹം ഗതാഃ. മൃഗീദൃശഃ ഭവന്മുഖച്യുതം. ആ ഗോപികമാര് ഭവത് മുഖച്യുതം അങ്ങയുടെ തിരുമുഖത്തു നിന്ന് ഉതിർന്ന മധുനിഷ്യന്തി വചഃ ഉപകർണ്യ പൂന്തേനൊഴുകുന്ന വാക്കുകളെ കേട്ടിട്ട് ഉപകർണ്യ കേട്ടിട്ട് അയി തേ വദനാബ്ജം ഗുരുവായൂരപ്പ അല്ലയോ ഗുരുവായൂരപ്പ തേ വദനാബ്ജം അങ്ങയുടെ ആ മുഖാരവിന്ദത്തെ പ്രണയാത് വീക്ഷ്യ പ്രണയത്തോടുകൂടി നോക്കി വീക്ഷ്യ നോക്കിയിട്ട് ശനകൈഹി മെല്ലെ ഗൃഹം ഗതാഃ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പം അങ്ങനെ മാൻകണ്ണിമാരായ ആ ഗോപികമാര് ഭഗവാന്റെ തിരുമുഖത്തു നിന്ന് ഒഴുകി വന്ന പൂന്തേൻ കുഴമ്പാകുന്ന ആ ഭഗവാന്റെ വാക്കുകളെ കേട്ടിട്ട് ആ ചെന്താമരക്കണ്ണനെ വീണ്ടും ലജ്ജയോടുകൂടി ഒളിഞ്ഞു നോക്കിയിട്ട് ശനകൈഹി ഗൃഹം ഗതാം മെല്ലെ ശനൈഹി മെല്ലെ ഗൃഹം ഗതാഹ ഗൃഹത്തിലേക്ക് പോയി. ഇനി 11ാമത്തെ ശ്ലോകം. ഇതി നന്വനുഗൃഹ്യ വല്ലവീർവിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹരത്വരയാ മേ സകലാമയാവലീം. പദമുറിച്ച് പറയാം. ഇതി നനു അനുഗൃഹ്യ വല്ലവീഃ വിപിന അന്തേഷു പുരാ ഇവ സഞ്ചരൻ കരുണാശിശിരഃ ഹരേ ഹര ത്വരയാ മേ സകല ആമയ ആവലീം. ഇതി വല്ലവീഹി അനുഗൃഹ്യ ഇപ്രകാരം ആ ഗോപസുന്ദരിമാരെ അനുഗ്രഹിച്ചിട്ട് വിപിനാന്തേഷു കാടിൻ്റെ അന്തർഭാഗങ്ങളിൽ പുരാ ഇവ മുമ്പിലത്തേതുപോലെ തന്നെ സഞ്ചരൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കരുണാശിശിരഃ ത്വം ദയാശീതളഹൃദയനായ ത്വം അവിടുന്ന് നനു ഹരേ ഗുരുവായൂരപ്പ ത്വരയാ പെട്ടെന്ന് തന്നെ മേ സകല ആമയ ആവലിം ഹര എൻ്റെ എല്ലാ രോഗങ്ങളെയും എൻ്റെ രോഗസമൂഹത്തെ ഹര നശിപ്പിച്ച് കളയണേ, ഇല്ലാതാക്കണേ, മാറ്റിത്തരണേ. ഇപ്പോൾ ഗോപസുന്ദരിമാരെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ചിട്ട് കാടിനുള്ളിൽ മുൻപിലത്തെ പോലെ തന്നെ ആനന്ദത്തോടെ സഞ്ചരിക്കുന്ന കാരുണ്യം കൊണ്ട് ആർദ്രമായ ഹൃദയത്തോടു കൂടിയ ഭഗവാനെ ഗുരുവായൂരപ്പ മേ സകല ആമയ ആവലിയും ഹര എൻ്റെ സകല രോഗസമൂഹത്തെയും നശിപ്പിച്ച് കളയണേ. 60ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.